ഇങ്ങനെ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ എത്ര ദിവസമായി പണിയിലാണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് പേരിനിങ്ങനെ ഒരു പണിയുണ്ട്. എന്നിട്ടെന്താ കാര്യം? മാസശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കടം മേടിക്കണം. അന്തേച്ചി, അടുത്ത ആഴ്ചത്തേക്ക് എനിക്ക് 20,000 രൂപ വേണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആകെ പ്രശ്നമാവും. ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറയുന്നവരുണ്ട് 20,000 രൂപ. എൻ്റെ പൊന്നു മോള് സ്വപ്നം കാണാൻ വരെ പറ്റില്ല. എന്താന്ന് രണ്ടാളും കൂടെ പണത്തിനെ പറ്റിയെല്ലാം പറയുന്നത്? ലോട്ടറി അടിച്ചാ? ലോട്ടറി? ശൈലേച്ചി, കുറച്ച് പൈസ ഉണ്ടോ കയ്യിലെടുക്കാൻ വേണ്ടി? അതിനെന്താ? നിനക്ക് 1000-ന്റെ വേണോ 2000-ന്റെ വേണോ? ശൈലേച്ചി, സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അവൾക്ക് അത്യാവശ്യമാണേ. അത്യാവശ്യം ആണോടി? 2 മാസമായി നീ വാടക കൊടുത്തിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് നുള്ളി പെറുക്കിയിട്ടാണ് ഞാൻ വാടക കൊടുക്കുന്നത്. ഇനി എന്താ നിന്റെ ഉദ്ദേശം? എൻ്റെ ശൈലേച്ചി, ഞാൻ ശൈലേച്ചിയോടൊന്നും ചോദിച്ചിട്ടുമില്ല, ശൈലേച്ചി ഒന്നും കേട്ടിട്ടുമില്ല. എല്ലാം ഞാൻ കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്ത്. ഇനി എന്നെ കൊണ്ട് നിന്റെ വാടക കൊടുക്കാൻ കഴിയൂലേ? എൻ്റെ ഇല്ല കേട്ടോ. ചോദിച്ചില്ലേ? ആ നീ പറഞ്ഞോ. നീ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? ഞാനാ? ഡ്രസ്സാ ജീൻസും ടോപ്പും. ആണോ? എനിക്ക് നിന്നെ കാണാൻ കൊതിയാവണം. നീ വീഡിയോ കോളൊന്നു വാ. വീഡിയോ കോളാ? ഓ, ഡാഡി ഉണ്ടോ വീട്ടില്? കല്ലുപണിക്കാരൻ ചന്ദ്രൻ എപ്പോഴാ ഡാഡിയായേ? എടാ, മമ്മി ക്ലബിൽ പോയേക്കോടാ. ഇതെന്താ സംഭവം? നീ എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ കോളിൽ വാ. എനിക്ക് കാണാനല്ലേ മുത്തേ. എടാ മോനെ, ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്തവനെ. അതെന്തിനാടി? താഴെ ചക്കരെ. എടി, ഇത് നീ കണ്ടുപഠിക്ക്. പൈസക്ക് വേണ്ടിയിട്ട് തെണ്ടി നടക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അന്തേച്ചി, എനിക്കും കൂടി ഇതൊന്ന് പഠിപ്പിച്ചു തരണേ. അതെന്താ ഒരു ശബ്ദം? ഉമ്മ വന്നാടെ ചക്കരെ. പാഠം 1. ജോലിയുടെ കാര്യത്തിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പേര് പറഞ്ഞ് നീ കാശ് മേടിച്ചോ? അത് ചേച്ചി, ഞാൻ പോയി വന്നിട്ട് പറയാം. നീ പോകാൻ വരട്ടെ. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കൊരു 20,000 രൂപ വേണം. അത് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതിന് എൻ്റെ പേര് പറഞ്ഞിട്ടാണോ നീ പണപ്പിരിവ് നടത്തണ്ടേ? എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. ഇതാ എല്ലാം ഞാൻ കേട്ടു. അനിതേ, ഇവളെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റൂല കേട്ടാ. ഞാൻ പരിചയപ്പിച്ച് കൊടുത്ത ആളാണേ. അയാളോട് പൈസ കടം ചോദിച്ചിരിക്കുന്നു. നമ്മള് വാടക വീട്ടിൽ താമസിക്കുമ്പോൾ കുറച്ച് മര്യാദകളെല്ലാം ഉണ്ട്. മാസാമാസം വാടക കൊടുക്കാൻ പറ്റാത്തവര് വേറെ വീട് നോക്കേണ്ടി വരും. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. നടന്ന് അവസാനം ചിട്ടി കാശ് കിട്ടി 25,000 രൂപ. എടീ, നിനക്ക് ചിട്ടി കിട്ടിയെന്ന് അറിഞ്ഞു. ചെലവുണ്ട് കേട്ടോ. എന്താ കാര്യം? കിട്ടിയ പൈസ അപ്പം തന്നെ കടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾക്ക് വിളിക്കാൻ ഒരു ചിട്ടിയെങ്കിലും ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ എന്ത് ചെയ്യാനാ? ചേച്ചി, എൻ്റെ കാശ് കാണാനില്ല. എടീ, അത് അവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എൻ്റെ പേരിൽ തന്നെ ചേച്ചി വെച്ചേ. ഇനി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഇവിടെ. ആ പൈസ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേ രക്ഷയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പൈസ പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇത്ര വലിയ പെരുങ്കള്ളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കാശ് എവിടെ? കാശോ? ഏത് കാശ്? ഒന്നും അറിയാത്ത പോലെ ഓളെ ഒരു അഭിനയം കണ്ടില്ലേ?
മര്യാദക്ക് നീ ആ പൈസ തിരിച്ചു കൊടുത്തോ, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ഇവള് പഠിച്ച കള്ളിയാണ്. ഇവള് അങ്ങനെ ഇങ്ങനെയൊന്നും സത്യം പറയൂല. നിനക്ക് കുറച്ച് സമയം കൊണ്ട് ഞാൻ തരും. അതിനുള്ളിൽ എൻ്റെ ബാഗിൽ കൊണ്ട് പൈസ വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നീ അറിയും ഞാൻ ആരാണെന്ന്. എന്താണടി ഇത്? എടി, അവളെ കാണാനില്ല. അവളെയും കാണാനില്ല, അവളെ വേഗം കാണാനില്ല. ഇപ്പൊ പോയാവോ? എന്താ ചേച്ചി പറയണേ? നമുക്ക് പോലീസ് പറഞ്ഞാലോ? ഓളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. സജ്ജന, നീ എവിടെയായിരുന്നു? എത്ര പ്രാവശ്യം വിളിച്ചു? എപ്പം നോക്കിയാലും നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടി ഓടി നടന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക്? മോക്ക് തീരെ വയ്യാണ്ടായി, കിഡ്നിക്ക് പ്രശ്നമുണ്ടായി. മോളുടെ ചികിത്സ ചെലവിന് വേണ്ടി ഞാൻ ഓടി നടക്കുമായിരുന്നു. ആ പൈസ അന്ന് തന്നെ കിട്ടിയിരുന്നു. നിന്നെപ്പറ്റി ഒരുപാട് അന്വേഷിച്ചു, ഒരു വിവരവും ഇല്ലായിരുന്നു. നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്ക്. അതൊന്നും സാരില്ല. പാവങ്ങളെല്ലാം കള്ളന്മാരും കള്ളികളൊന്നും അല്ല. എല്ലാവരും ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാ.